പ്രസിഡന്റ് ട്രംപിൻ്റെ ആരോഗ്യത്തെപ്പറ്റി കേരളത്തിലെ മാധ്യമങ്ങൾക്കാണ് ആശങ്ക കൂടുതൽ. അവർ ആണ് അതേപ്പറ്റി കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് കേട്ടിട്ടാണ് അമേരിക്കയിലെ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും കാര്യങ്ങൾ അറിയുന്നത്. അതാണ് സ്ഥിതി. കാരണം അവിടെ കള വെറ്റുന്നു കേട്ടാൽ കയറെടുക്കുന്ന ഒരു സംസ്കാരമാണല്ലോ കേരളത്തിലെ മാധ്യമ പ്രവർത്തനം. എന്തായാലും ഈ പറയുന്നവരുള്ള കുഴപ്പങ്ങളൊന്നും തനിക്കില്ല എന്നാണ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. തനിക്ക് ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ് ഹെൽത്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ഈ സന്ദേഹം ഉയരാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ കൈ ഒരു തരം ചതഞ്ഞ പോലെ ഒരു തരം പാടുകൾ, ചതഞ്ഞ പോലെയൊക്കെയുള്ള പാടുകൾ, അതുപോലെ തന്നെ കാലിൽ നീര് വന്നതുപോലെയും ഇത് ഒക്കെ കണ്ടതുകൊണ്ടാണ് ആളുകൾ സംശയിച്ചത് പ്രസിഡന്റ് എന്തോ രോഗമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പ്രസിഡന്റ് പറഞ്ഞു ഈ താൻ ആസ്പിരിൻ എടുക്കുന്നുണ്ട്. ആസ്പിരിൻ ഏറ്റവും കുറഞ്ഞ ഡോസ് നമുക്കറിയാം, ബേബി ആസ്പിരിൻ എന്ന് പറഞ്ഞത് 81 മില്ലിഗ്രാം. അത് സാധാരണ ഒരുവിധപ്പെട്ട എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉള്ളവർ അത് എടുക്കുന്നത് നല്ലതാണെന്നാണ് ഈ കാർഡിയോളജിസ്റ്റുകൾ പറയുന്നത്. അപ്പം പ്രസിഡന്റ് ആ ചെറുതല്ല എടുക്കുന്നത്, 325 325 മില്ലിഗ്രാം ശരിക്കുള്ള ഒരു മുഴുവൻ ഗുളികയാണ് കഴിക്കുന്നതെന്നാണ് പറഞ്ഞത്. പ്രസിഡന്റ് ഒരു വലിയ മനുഷ്യനാണ്. വലിയതെന്ന് പറഞ്ഞാൽ 6.5 അടിയോളം പൊക്കമുണ്ട്, വലിയ ശരീരമൊക്കെ ഉള്ള ആളാണ്. ഈ 81 ഗ്രാമൊക്കെ നമ്മളെപ്പോലുള്ള അശുക്കളായ ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ പല മരുന്നുകളും അമേരിക്കയിലെ ഡോസുകൾ നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ ചെറിയ മനുഷ്യരാണ്. അമേരിക്കക്കാരെ വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും, എല്ലായ്പ്പോഴും ഇല്ല, എല്ലാവരും ഇല്ല. എന്തായാലും അത് ഈ 325 മില്ലിഗ്രാം എടുക്കുന്നത് കൊണ്ട് ആണ് അത് ബ്ലഡ് തിന്നറായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഈ രക്തഓട്ടം തടസ്സപ്പെടാതിരിക്കാനും രക്തം കട്ടപിടിക്കാതിരിക്കാനും ഉപയോഗിക്കുന്നതാണ് ഈ ആസ്പിരിൻ. പക്ഷേ അതിന് അലർജി ഉണ്ട് താനും, ചിലർക്കൊക്കെ അലർജിയുമുണ്ട്. എന്തായാലും അതുകൊണ്ട് ഒരു 325 മില്ലിഗ്രാം, അതായത് ഒരു കംപ്ലീറ്റ് ഗുളിക എടുത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് കാർഡിയോളജിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടുതൽ എടുത്താൽ ദോഷകരമാണ്, അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 325 എടുക്കുന്നതിൻ്റെ ന്യായം പ്രസിഡന്റ് പറഞ്ഞതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഒന്നാന്തരം രക്തം തൻ്റെ ഉള്ളിൽ കൂടെ, തൻ്റെ ഹൃദയത്തിലേക്ക് നല്ല ഒന്നാന്തരം രക്തം ചെല്ലണം, അല്ലാതെ വെറുതെ രക്തമൊന്നും ചെന്നാൽ പോരാ. അതുകൊണ്ടാണ് എടുക്കുന്നത്. ആ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത്. എന്ന് മാത്രമല്ല, ഈ തൻ്റെ ഡോക്ടർമാരൊക്കെ പരിശോധിച്ചിട്ട് പെർഫെക്റ്റ് ഹെൽത്താണെന്നാണ് പറഞ്ഞത്. അതിനു പുറമേ അദ്ദേഹം പറഞ്ഞത് ഈ ഭൗതിക നിലവാരത്തിൽ കോഗ്നേറ്റീവ് എക്സാമിനേഷൻ നടത്തി അത് പെർഫെക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. എനിക്ക് ബുദ്ധിപരമായിട്ട് ഏറ്റവും ഉന്നത നിലവാരമാണുള്ളത്. അപ്പോൾ അത് പറയാനുള്ള കാര്യം, നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് എപ്പോഴും ഈ ഭൗതിക തലത്തിൽ ഉന്നത സ്ഥിതിയുള്ളവർ ആയിരിക്കണം, അല്ലാതെ ബുദ്ധിപരമായിട്ട് മാന്യമുള്ളവരും സംശയമുള്ളവരും അല്ലെങ്കിൽ ഉറക്കം തൂങ്ങികളും ഇതൊന്നും പറ്റത്തില്ല. അത് അമേരിക്കയോട് തന്നെ ചെയ്യുന്ന ദ്രോഹമാണ്. അപ്പോൾ തനിക്ക് അങ്ങനെയൊന്നുമില്ല, താൻ വളരെ പെർഫെക്റ്റാണ്. എന്നാൽ നേരെ മറിച്ച് മുൻ പ്രസിഡന്റ് ബൈഡൻ അങ്ങനെയൊക്കെ ആയിരുന്നു എന്നും കൂടി ട്രംപ് പറയുകയും ചെയ്യുന്നു. എങ്ങനെയായിരുന്നാലും പ്രസിഡന്റിന് കുഴപ്പമില്ലാന്ന് തന്നെയാണ് പ്രസിഡന്റിനോടനുബന്ധിച്ച ആളുകളും പറയുന്നത്, ഡോക്ടർമാരും പറയുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ ഈ ഡോക്ടർമാർ പ്രസിഡന്റിനെ കൃത്യമായിട്ട് പരിശോധിക്കും. അതിന് കൃത്യമായൊരു റിപ്പോർട്ട് അവർ നൽകേണ്ടതുണ്ട്. കള്ളത്തരമൊന്നും പറയാൻ പറ്റില്ല, അധികമൊന്നും, കുറച്ചൊക്കെ പറയാൻ പറ്റുമായിരിക്കും. അവർക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ പറയേണ്ടതില്ലായിരിക്കാം. പക്ഷേ പ്രസിഡന്റിന് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. ഈ ഒക്ടോബറിൽ ഒരു CT സ്കാൻ നടത്തി, MRI എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയല്ല, ഒരു CT സ്കാൻ നടത്തിയിരുന്നു. പക്ഷേ അതിനും എല്ലാം കൃത്യമായിട്ടാണ് കണ്ടത്, കുഴപ്പമൊന്നും കണ്ടില്ല എന്ന്. പിന്നെ ഒരു ആരോപണം വരുന്ന ഈ പ്രസിഡന്റ് ഈ ഉറക്കം തൂങ്ങുക, മീറ്റിങ്ങുകളിലൊക്കെ ഇരുന്ന് ഉറക്കം തൂങ്ങുക. അപ്പോൾ അതിനെപ്പറ്റി പ്രസിഡന്റ് പറയുന്നത് അത് തനിക്ക് വളരെ റിലാക്സിങ് ആയിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെ ഉറക്കം തൂങ്ങി കണ്ണടച്ചിരിക്കുമ്പം, ഉറങ്ങുകയല്ല, കണ്ണടച്ചിരിക്കുന്നത് എനിക്ക് വളരെ റിലാക്സിങ് ആയിട്ട് തോന്നുന്നു. അതുകൊണ്ട് ആരോഗ്യത്തിന് കുഴപ്പമൊന്നും ഉണ്ട് എന്നർത്ഥമില്ല എന്നാണ്. അതിപ്പം ഈ ഇന്ദിരാഗാന്ധിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഉള്ള ഈ വിരസമായ മീറ്റിങ്ങുകളിൽ എന്നാൽ അവിടെ ചെല്ലാതിരിക്കാനും പറ്റില്ല. അപ്പോൾ അവരെന്തെങ്കിലും കുത്തി വരച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലും ചിത്രങ്ങളൊക്കെ വരച്ചുകൊണ്ട് ഇരിക്കും. ചർച്ചകളെല്ലാം നടന്നുകൊണ്ടിരിക്കും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ എന്ന് മാത്രം. അതാണല്ലോ വേണ്ടതും. ബാക്കി കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ തീരുമാനിക്കും. പക്ഷെ അത് സാന്നിധ്യം ഉണ്ടാവണം എന്ന് പറഞ്ഞ പോലെ പ്രസിഡന്റ് ഇങ്ങനെ കണ്ണടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് ആരോഗ്യ പ്രശ്നമൊന്നുമല്ല എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഈ കേൾവിക്ക് കുഴപ്പമുണ്ടോയെന്ന്. അതിന് പ്രസിഡന്റ് പറഞ്ഞ മറുപടി, ഈ പലരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എന്നതൊഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. എങ്ങനെയായാലും പ്രസിഡന്റ് 79 വയസ്സായി, അത്ര ചെറുപ്പമൊന്നുമല്ല, ഒരു സ്പ്രിങ് ചിക്കൻ ഒന്നുമല്ല. രോഗങ്ങളുമൊക്കെ വരാവുന്ന പ്രായമാണ്. പക്ഷേ ഇതുവരെ ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെ ആയിക്കോട്ടെ, രോഗവും ഒക്കെ ഉണ്ടാകുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എന്ന് മാത്രമല്ല, അമേരിക്കൻ പ്രസിഡൻസി ഈ
ഈ പ്രസിഡന്റ് പദത്തിനൊരു ഗ്ലാമർ കൊണ്ടുവന്നത് ഈ പിന്നെ ക്ലിൻ്റന് ശേഷം എനിക്ക് തോന്നുന്നത് ക്ലിൻ്റൺ ഒരു വേണ്ടാത്ത രീതിയിലുള്ള ഗ്ലാമറാണ് കൊണ്ടുവന്നത്. പിന്നെ ഈ നിലമറിച്ച് ഈ പിന്നെ ട്രംപ് ഒരു വലിയ ഗ്ലാമർ, ഒരു പിന്നെ നൈറ്റ് ഇൻ ദ ഷൈനിങ് ആർമർ എന്നൊക്കെ പറഞ്ഞ് ഈ പഴയകാലത്തെ ഒരു മാടമ്പി, ഒരു പ്രഭു, ആ രീതിയിൽ ഈ ശത്രുക്കളെ ആക്രമിക്കാനും അതുപോലെ തന്നെ അശരണരെയും പിന്നെ പാവങ്ങളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും ഒക്കെ രക്ഷിക്കാൻ വേണ്ടി കുതിരപ്പുറത്ത് വരുന്ന ഒരു നൈറ്റ് പോലെ, ഒരു മാടമ്പി, ഒരു പ്രഭു പോലെ പിന്നെ ട്രംപ് ഇങ്ങനെ നിൽക്കുന്നു. നൈജീരിയയിൽ നമ്മളത് കണ്ടു. പിന്നെ അവിടെ പോയി ആക്രമിക്കുക മാത്രമല്ല, അത് ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നവർക്ക് ഇതാണ് ശിക്ഷ എന്ന് പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇതാ ഇറാന് വാണിംഗ് കൊടുത്തിരിക്കുകയാണ്, മുന്നറിയിപ്പ്. നിങ്ങൾ ഈ അവിടുത്തെ പ്രക്ഷോഭകാരികളെയെല്ലാം പിന്നെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ, അവർക്ക് നേരെ വെടിവെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആ പതിവ് പരിപാടി ചെയ്താൽ ഞങ്ങളെല്ലാം റെഡിയായിട്ട് അവിടെ ഇരിക്കുകയാണ്, ഞങ്ങൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുമെന്ന് പിന്നെ ട്രംപ് ഭീഷണി മുഴക്കി. അപ്പോൾ അതിനവർ മറുപടി പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങൾ ഇങ്ങനെയുള്ള അബദ്ധത്തിനൊന്നും വരരുത്, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം, അതിന് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ തിരിച്ചടിക്കുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇറാൻ തിരിച്ചടിച്ചാൽ എത്ര അടിക്കുമെന്ന് നമുക്കറിയാം. അവർക്ക് ശക്തിയില്ല എന്നല്ല, പിന്നെ ഒരുവിധപ്പെട്ട ശക്തിയൊക്കെ ഉള്ളത് വസ്തുത തന്നെ. പക്ഷേ അമേരിക്കയോട് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുമെന്ന് വിചാരിക്കേണ്ടതില്ല. എങ്ങനെയായാലും ആ ഇറാനിട്ടൊരു അടി കൊടുക്കണമെന്നുള്ള ആഗ്രഹം തന്നെയാണ്. അവിടെ ആ ഖമനേയിമാരെ അവരൊക്കെ പിന്നെ പെടലിക്ക് പിടിച്ച് പുറത്തിറക്കി വിടണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യത്തിൽ ഒരു തർക്കവും ഒരു സാമാന്യ ബുദ്ധിയുള്ളവർ ആർക്കും തോന്നേണ്ട കാര്യമില്ല. കാരണം ഈ മതപരമായ ആളുകൾക്ക് ഭരിക്കാനുള്ള യാതൊരു അവകാശവും ഇല്ല. ജനങ്ങൾ തീരുമാനിക്കട്ടെ, ജനങ്ങൾ തന്നെ ഭരിക്കട്ടെ, അങ്ങനെയല്ലേ വേണ്ടത്. ജനാധിപത്യം വരട്ടെ. അതിന് പകരം ഇങ്ങനെ മതത്തിൻ്റെ പേരിലും മതത്തിൻ്റെ ആളുകൾ അവിടെ പരമാധികാരി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്, അതിൽ ഈ കാലഘട്ടത്തിന് യോജിച്ച ഒരു ഭരണകൂടം തന്നെയല്ല അത്. അതിന് പുറമെ ഇപ്പം നമ്മുടെ പിന്നെ ഷായിഡ്, ഇറാനിൽ നിന്ന് പുറത്തിറക്കി വിട്ട ഷായിഡ്, അദ്ദേഹത്തിൻ്റെ മകൻ റേസ പഹ്ലവി, അദ്ദേഹം ഇപ്പം പിന്നെ പ്രസിഡന്റ് ട്രംപിനെ പുകഴ്ത്തുകയും ഈ ഇറാനിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നന്ദി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഭരണകൂടം പോയിട്ട് ഈ പഴയ ഭരണകൂടം, അതായത് രാജഭരണം തിരിച്ചു വരുന്നത്, അതിൽപ്പോൾ ഒരു മണ്ടത്തരം വരാനില്ല. കാരണം ജനങ്ങൾ തന്നെ ഭരണം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഈ ആധുനിക കാലത്തിൻ്റെ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ. ആധുനിക കാലം എന്ന് പറയുമ്പോൾ തന്നെ ആ ജനങ്ങൾക്ക് കിട്ടുന്ന അധികാരങ്ങളും അവകാശങ്ങളും അതില്ലാതാക്കേണ്ട ഒരു കാര്യവുമില്ല. എന്തായാലും അത് ഒരു കാര്യമില്ല. രണ്ടാമത് കണ്ട ഒരു നല്ല കാര്യം, ഈ കാലിഫോർണിയയിലെ കോടതി, കാലിഫോർണിയയിലെ ഒരു കോടതി, അവിടെ നിയമമുണ്ട്. ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും ഒക്കെ ഉണ്ട് ആ നിയമം. അതായത് കുട്ടികൾ, ഈ ചെറിയ കുട്ടികൾ 12, 13 ഒക്കെ വയസ്സുള്ള കുട്ടികൾ, ആൺകുട്ടികൾ ഇപ്പോൾ പെൺകുട്ടികളെ പോലെയാണ് അവർക്ക് തോന്നുന്നത്, അല്ലെ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ പോലെയാണ് തോന്നുന്നത്, അല്ലെ ബാത്റൂം ഉപയോഗിക്കുന്നത്, പിന്നെ അവർക്ക് ആൺകുട്ടികളുടെ ബാത്റൂം ഉപയോഗിക്കണം, അല്ലെ പെൺകുട്ടികളുടെ ബാത്റൂം ഉപയോഗിക്കണം, ഇങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ളവരെ അവരുടെ പ്രോനൗൺ മാറ്റുക. ഇപ്പം ഹി, ഷീ എന്നൊക്കെ പറയുന്നത്, ആണിന് ഹി എന്നും പെണ്ണിന് ഷീ എന്നും പറയുന്നതിന് പകരം ദേ, ദം എന്നൊക്കെ പറയുക, അവരെ ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ ഇത് ആണും പെണ്ണും അല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ദേ, ദം അവരുടെ പ്രോനൗൺ പറയുന്നത്, അവരെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് വേണ്ട ചികിത്സയോ ഉപദേശങ്ങളോ ഒക്കെ നൽകുന്നതിന് അക്കാര്യങ്ങളൊന്നും വീട്ടുകാരെ അറിയിക്കേണ്ടതില്ല. അല്ലാതെ തന്നെ സർക്കാർ സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം എന്നാണ് നിയമം. അപ്പോൾ ആ നിയമം ഭരണഘടനയ്ക്ക് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് ജഡ്ജി വിധിച്ചത്, കാലിഫോർണിയയിലുള്ള ആ നിയമം. അപ്പോൾ കാലിഫോർണിയയിലെ ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കാരണം ആ ജില്ലാ ജഡ്ജി വിധിച്ചാൽ ഈ ദേശവ്യാപകമായിട്ട് അതിന് ജൂറിസ്ഡിക്ഷൻ ഇല്ല സുപ്രീം കോടതിയുടെ ആ വിധിക്ക് ശേഷം. അപ്പോൾ അതുകൊണ്ട് ഒരു ക്ലാസ് ആക്ഷൻ സൂട്ടോ ഒക്കെ ഫയൽ ചെയ്യേണ്ടി വരും ഇതിന് ദേശവ്യാപകമായിട്ട് അതിന് അംഗീകാരം കിട്ടാനായിട്ട്. എന്തായാലും അതൊരു നല്ല നിയമം തന്നെ. അത് ജഡ്ജി പറഞ്ഞത് ഈ കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ മാതാപിതാക്കൾക്കാണ് ചുമതല, അവർക്കാണ് അധികാരം എന്നാണ് 14ാം ഭരണഘടനാ ഭേദഗതി പറയുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടികളെ പറ്റിയുള്ള കാര്യങ്ങൾ ഒളിച്ചു വെക്കാതെ സത്യസന്ധമായിട്ട് പറയാനുള്ള അവകാശം അധ്യാപകർക്കുണ്ട്. അത് ആ സ്വതന്ത്ര അഭിപ്രായം പറയാനുള്ള അവകാശം അധ്യാപകർക്കും ഭരണഘടന നൽകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാവേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ ഈ നിയമം തെറ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും ഒക്കെ ആരെങ്കിലും കേസ് കൊടുത്ത് ആ നിയമങ്ങൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ എടുത്ത് കൊട്ടയിൽ തള്ളേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു.